ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ കുറച്ച് കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ട്രാവൽ വ്ളോഗായിട്ട് തന്നെയാണ്. അപ്പോൾ മോളുടെ 10th റിസൾട്ടൊക്കെ വന്നു. അൽഹംദുലില്ലാഹ് നല്ല മാർക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ വിചാരിച്ചത്ര ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്കൊരു കുറച്ചൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമം മാറ്റാൻ നമ്മളൊരു ടൂറൊക്കെ പോയിട്ടോ. അപ്പോൾ ആ ഒരു ടൂറിൻ്റെ കുറച്ച് വ്യൂസും ഡീറ്റെയിൽസൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മുഴുവനായി തന്നെ കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് വയനാടാണ്. പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തതായിരുന്നു വയനാട് ഒരു പൂൾ വില്ല ബുക്ക് ചെയ്തിട്ട് പോകാമെന്ന്. അപ്പോൾ ഈ പോകുന്ന വഴിയിലൂടെ നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വൈകുന്നേരം കുറച്ച് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈത്തിരിയിലുള്ള ഒരു റിസോർട്ടാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. സഫാരി ഹിൽസ് എന്നും പറഞ്ഞിട്ട് അവിടെ വില്ലാസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് നമ്മളുടെ റൂമിലേക്ക് പോവാം. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു മരത്തിൻ്റെ കൊമ്പ് എനിക്ക് ഭയങ്കര ആകർഷമായിട്ട് തോന്നി കേട്ടോ. നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടുന്ന് റിസപ്ഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് താഴ്ചയിലാണ് നമ്മളുടെ വില്ല ഉള്ളത് കേട്ടോ. അപ്പം നമ്മൾ പോയ സമയത്ത് നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. നല്ല ബഹളമാണ് ചുറ്റുവട്ടമൊക്കെ ഉണ്ടായത്. അപ്പം അവർ പറഞ്ഞു കേട്ടോ, നമ്മളുടെ ഇപ്പം പബ്ലിക് പൂളും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം മോർണിംഗ് 7 to 7 ആണ് അവർ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ മറ്റ് എമ്യൂണിറ്റീസ് ഉണ്ട്, പാർക്കും കുട്ടികൾക്കുള്ള പാർക്കും അതുപോലെ കോഫി ഷോപ്പും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് വഴികാട്ടാൻ ഒരാൾ വിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉള്ളിലേക്കായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ വില്ല. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായത് 1 bedroom ഹോൾ പൂൾ വില്ലയാണ് കേട്ടോ. അധികം സ്വിമ്മിംഗ് ഒന്നും അറിയാത്തതുകൊണ്ടും അതുപോലെ എല്ലാവരും പൂളിലേക്ക് ഇറങ്ങാമെന്നുള്ള ഒരു ഇതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പ്രൈവറ്റ് പൂൾ എടുത്തിട്ടുള്ള. വെറുതെ ചമ്മലൊക്കെ ഒഴിവാക്കാമല്ലോ. എന്തായാലും നമുക്ക് സെപ്പറേറ്റ് എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു ഫാമിലി ടൈമും കിട്ടും. അപ്പം കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം ഏകദേശം 7 മണി ടൈമായിട്ടുണ്ട്. ഇതാണ് നല്ല വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് റൂമിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. പൂളിൻ്റെ ലൈറ്റിങ്ങും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പം 8:30 ആണ് നമ്മളുടെ ഫുഡ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബൊഫേ ആണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരേക്കാണ് നമുക്ക് നടന്നു പോകണം. അപ്പം പോകും വഴി നിങ്ങൾക്ക് ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ അവർ മനസ്സിൽ കരുതിയിട്ട് തന്നെ പല രീതിയിലുള്ള വില്ലാസാണ് കേട്ടോ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം ഗ്രൂപ്പ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ ഡോർമെറ്ററി അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് അങ്ങനെ അവർക്കുള്ള ഡോർമെറ്ററി സെറ്റപ്പൊക്കെ ഉണ്ട്. അതുപോലെ സിംഗിൾ ഫാമിലിക്ക് വരുമ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള വില്ലാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പൂള് വേണ്ടുന്നവർക്കും വേണ്ടാത്തവർക്കുമായിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പാർക്കിനെ ഇവർ ഇട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് ഇരുന്നിട്ട് ആടാൻ പറ്റിയ ഊനാലും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏഴ് മണി ആയതുകൊണ്ട് തന്നെ പൂളൊക്കെ സൈലൻ്റ് ആയിട്ടുണ്ട്. അപ്പം ചെറിയ രീതിയിൽ മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇതിലോട്ട് തന്നെ നടന്നിട്ടാണ് റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്ക് പോയത്. അപ്പോൾ നിങ്ങൾക്ക് പോകും വഴി ഇവിടെ പൂളിൻ്റെ മേലോട്ട് മഞ്ഞിങ്ങനെ പോകുന്നത് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. എനിക്ക്
എന്താണ് നിങ്ങൾക്കൊക്കെ കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ശ്രദ്ധിച്ച് നോക്കിയതിന് ഈ ഒരു വൈറ്റ് ഇതുപോലെ മേഘം പോകുന്ന പോലെ നമുക്ക് കാണാം. അപ്പം ശരിക്കും എനിക്ക് നല്ല വ്യൂ ആയിട്ട് തോന്നി കേട്ടോ അത്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിലാണ് അവർ മെസ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബൊഫയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഇവിടെ ഈ ഒരു റിസോർട്ടിൽ കൂടുതലായിട്ട് കണ്ടിട്ടുള്ള ബീറ്റിൽസിനെയാണ്. അത്യാവശ്യം കുറേ ബീറ്റിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനെ കൊണ്ട് നമുക്ക് വലിയ ഹാമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം പോകും വഴി ഒരു ഇതുണ്ടായിരുന്നു, എന്താണ് ബേഡ്സിൻ്റെ ഒരു വലിയൊരു നെറ്റൊക്കെ ഇട്ടിട്ട് അവർ അതും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റാബിറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും എന്നുള്ള ഇതിലാണ് പിടിച്ചത്. പക്ഷെ പോകുന്ന 2 ദിവസം മുന്നെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അധികം നിൽക്കാനൊന്നും സമയം ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നിയ കപ്പയും ചമ്മന്തിയാണ്. അതാണ് അവിടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു റൂമിൽ പോയി കുറച്ചും കൂടി കളിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് വിട്ടു. ഈ ഒരു റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ബീ മ്യൂസിയം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടി നമ്മൾ കയറി കേട്ടോ. അപ്പം അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിട്ടുണ്ടായത്. കുറച്ച് നല്ല ക്രൗഡഡ് തന്നെയായിരുന്നു കേട്ടോ അവിടെ. അതുകൊണ്ട് തന്നെ അധികമൊന്നും പിടിക്കാൻ പറ്റില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ചുറ്റുവട്ടമുള്ളത്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. അപ്പം അകത്ത് കുറച്ച് ഗ്രൂപ്പ്സ് ആയിട്ടാണ് കേട്ടോ ഇത് ആൾക്കാരൊക്കെ നിന്നിട്ടുണ്ടായത്. അവിടെയുള്ള കുറച്ച് ഹണിയും ഒക്കെ നമ്മൾ നോക്കി. അപ്പം ആദ്യത്തെ ഒരു ബാച്ച് പോയിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു.
ഇവർ ബാച്ചസ് ആയിട്ട് ഒരു 10 പേരുടെ അങ്ങനെ ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈ 10 പേര് ഒരു 10 പേര് പോയി വന്നു കഴിഞ്ഞാൽ അടുത്ത 10 പേരെ കയറ്റി അങ്ങനെയാണ് കേട്ടോ ഉണ്ടായത്. കുറച്ച് ക്രൗഡഡ് ഏരിയ ആയിരുന്നു. അപ്പം ഇതാണ് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള. അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഇതൊന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഈ ഒരു ഏരിയയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അകത്തേക്ക് കയറിയാൽ മാത്രമേ ഇതിൻ്റെ ഓഫീസും അതുപോലെ ഇതിൻ്റെ എന്താണ് ഹണി പ്യൂരിഫിക്കേഷൻ്റെ ആ ഒരു മെഷീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരാൾ ഇവിടെ നമുക്ക് ഇൻഫർമേഷനൊക്കെ തരുന്നുണ്ട്. തേൻ പ്രോസസ്സ് ചെയ്യുന്നത് വെച്ചിട്ടാണ് ഇത് നമ്മൾ ഖാദി ബോർഡിന് കീഴിലാണ് പ്രോസസ്സിംഗ് ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ 2 കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഒന്ന് തേനിലെ വേസ്റ്റ് ഒഴിവാക്കാനുള്ളതാണ്. തേനിൽ ഒരുപാട് വേസ്റ്റുകളുണ്ടാവും, തേനീച്ചകൾ മെഴുകുണ്ടാവും, അവരുടെ വേസ്റ്റുകളുണ്ടാവും, ചത്തുപോകുന്ന കൂടൊക്കെ പിഴിയുമ്പോൾ ചത്തുപോകുന്ന ഈച്ചകളുടെ അവശേഷങ്ങൾ തേനകത്തുണ്ടാവും. ഈ തേൻ നമ്മൾ നേരിട്ട് ഇത് നമ്മൾ റോഹണി എന്ന് പറയാം. ഇത് നേരിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ വാക്സിൻ വേസ്റ്റൊക്കെ നമ്മൾ വയറ്റിലെത്തി കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അതായത് വയറുവേദന, ഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടാവും. ഇവിടെ വെച്ച് നമ്മൾ ആ വേസ്റ്റൊക്കെ ഒഴിവാക്കും. രണ്ടാമത്തെ കാര്യം, തേനിനകത്ത് ജലാംശം ഉണ്ടാവും, വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. തേനിൽ ജലാംശം കൂടിക്കഴിഞ്ഞാൽ 20% മേലെ ജലാംശമുള്ള തേൻ നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് പ്രകാരം സെല് ചെയ്യാനുള്ള പെർമിഷൻ ഇന്ത്യയിൽ എവിടെയില്ല. അതുപോലെ തന്നെ അപ്പം അവിടെ ആൾക്കാരുടെ ക്രൗഡ് കൊണ്ട് തന്നെ അധികം പിടിക്കാൻ പറ്റില്ല. കുറച്ച് ഇൻഫർമേഷൻസൊക്കെ പുള്ളി തന്നു. അതിനുശേഷം നമ്മൾ അടുത്ത മുറിയിലേക്ക് പോയി. അപ്പം ഇവിടുന്ന് വീണ്ടും നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടി കേട്ടോ. അതായത് ഒരു തേനീച്ച കൂട്ടില് 3 ടൈപ്പ് തേനീച്ചകൾ എപ്പോഴും ഉണ്ടാവും. ആൺതേനീച്ച ഉണ്ടാകും, പെൺതേനീച്ച ഉണ്ടാകും, റാണീച്ച ഉണ്ടാകും. ആൺതേനീച്ചകൾ നമ്മൾ പൊതുവെ ലേസി ബീസ് എന്ന് അറിയപ്പെടും. അല്ലാതെ വേറെ തേനീച്ചയുടെ മെഴുകാണ്. ഈ മെഴുക് വെച്ചാൽ അത് കൂട് കംപ്ലീറ്റ് ഫോം ചെയ്യുന്നത്. ഇത് നമുക്ക് ഇതുകൊണ്ട് മെഴുകുതിരി ഉണ്ടാക്കാം, സോപ്പ് ഉണ്ടാക്കാം, ആശാരിമാർ. ഇത് നമ്മൾ ഫസ്റ്റ് ഉരുക്കിയെടുക്കുന്ന പോർഷനാണ്. ഇത് നമ്മൾ ഉരുക്കി വെള്ളമാക്കും. മാറ്റിയതിന് ശേഷം ആ വെള്ളത്തിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഒലിവ് ഓയിലും കോക്കനട്ട് ഓയിൽ, ടീ ട്രീ ഓയിൽ, ലെമൺ ഗ്രാസ്, ഈ 4 നാച്ചുറൽ പ്രോഡക്റ്റുകൾ മിക്സ് ചെയ്തിട്ട് കളർ ഇതേപോലെ ഡാർക്ക് ആവും. എന്നിരുന്നാലും അതിന് മെഡിസിന് വേണ്ടി വളരെ ഹൈ ആയിരിക്കും, വീര്യം കൂടുതലായിരിക്കും. നമുക്ക് ഇതൊക്കെ 20% താഴെ ജലാംശമുള്ള തേനോട് ഇങ്ങനെ കിട്ടുന്നത്. 21% ആയിക്കഴിഞ്ഞാൽ 4 മാസം കൊണ്ട് എന്താവും ഫെർമെന്റേഷൻ. ഇതൊക്കെ നമ്മൾ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ചെറുതനാണ് തേനുകളിൽ പൂമ്പൊടിയാണ്. തേനീച്ചകള് തേനെടുക്കുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ പറ്റി പിടിക്കുന്നതാണ് പൂമ്പൊടി. ഈ പൂമ്പൊടി അവർ പല പൂക്കളിൽ കൊണ്ടുവെക്കുമ്പോഴാണ് പോളിനേഷൻ, പരാഗണം നടക്കുന്നത്. ലോകത്ത് ഏകദേശം 80% പോളിനേഷൻ ആളുകൾക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്ന സൂപ്പർ ഫുഡാണ് കുഴപ്പമില്ല. കോസ്റ്റ്ലിയാണ്. അപ്പം അങ്ങനെ അവിടുന്ന് ആ സെഷൻ കഴിഞ്ഞു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പം നമ്മളവിടുന്ന് തേനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഇൻഫോർമേറ്റീവായ ക്ലാസ് തന്നെയാണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം ലോകത്ത് തന്നെ 2 മ്യൂസിയം ഉള്ളൂ അത്രേ ബീസിൻ്റെ. അപ്പം ഒന്ന് ഇവിടെ വയനാടും അതുപോലെ ഒന്ന് തൈവാനിലുമെന്ന് പറയുന്നു അവർ. അവിടുന്ന് നമ്മൾ തിരിച്ചു വരുമ്പം സൈക്കിൾ സിപ്പ് ലൈനൊക്കെ പോകാമെന്നായിരുന്നു കരുതിയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴും നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയില്ല. ഹസ്ബൻഡ് പോകാനുള്ള ദിവസം അടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം അവിടെ ടൈം വേസ്റ്റ് ചെയ്തില്ല കേട്ടോ. പക്ഷെ നല്ലൊരു കാലാവസ്ഥ തന്നെയായിരുന്നു. അതുപോലെ ചുറ്റുവട്ടത്തുള്ള നല്ല വ്യൂസ് തന്നെയായിരുന്നു. അത് നിങ്ങൾക്കൊന്ന് വീണ്ടും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ പിടിച്ചത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ ഈ ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അതുപോലെ കമൻറ്റ്സ് മാർക്ക് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.